ദക്ഷിണ കൊറിയയിൽ പ്രസിഡന്റ് യൂൻ സുക് യോൾ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. ബജറ്റ് ബില്ലിനെ ചൊല്ലി പാർലമെന്റിലുണ്ടായ തർക്കത്തിനൊടുവിലാണ് സൈനിക നിയമം നടപ്പിലാക്കാനുള്ള തീരുമാനം. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് നിയന്ത്രിക്കുന്നുവെന്നും ഉത്തര കൊറിയയോട് അനുഭാവം പുലർത്തുന്നുവെന്നും യൂൻ സുക് ആരോപിച്ചു. ടെലിവിഷനിലെ തത്സമയ സംപ്രേഷണത്തിനിടെയായിരുന്നു പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. ഷാന ഷെറിൻ ചേരുന്നു. ഷാന, ഈ പട്ടാള നിയമത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? എന്താണ് കൊറിയയിൽ നടക്കുന്നത്? ധന്യ, ഒരു വലതുപക്ഷ സർക്കാർ ദക്ഷിണ കൊറിയയിൽ താഴെ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിൽ ദക്ഷിണ കൊറിയയിൽ നിന്ന് ലഭിക്കുന്നത്. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായ യൂൻ സുക് യോൾ ഇപ്പോൾ പട്ടാള നിയമം നടപ്പിലാക്കിയിരിക്കുന്നു, പട്ടാള നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജ്യത്ത് പ്രതിപക്ഷം ഉത്തര കൊറിയൻ അനുഭാവം കാണിക്കുന്നു. ഉത്തര കൊറിയൻ ഭീഷണികളിൽ നിന്ന് ദക്ഷിണ കൊറിയയെ സംരക്ഷിക്കുക, രാഷ്ട്രവിരുദ്ധ ഘടകങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പട്ടാള നിയമം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു അപ്രഖ്യാപിത ടെലിവിഷൻ ലൈവിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്താണ് പ്രസിഡന്റ് ഈ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദക്ഷിണ കൊറിയയിൽ നമുക്കറിയാം ഒരു മൈനോറിറ്റി ഗവൺമെന്റ് ആണ്, ഒരു ന്യൂനപക്ഷ സർക്കാരാണ് ദക്ഷിണ കൊറിയയിലുള്ളത്. ദക്ഷിണ കൊറിയയിലെ ഒപ്പോസിഷൻ പ്രധാന പ്രതിപക്ഷത്തിനാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം എന്നുള്ളത് കൊണ്ട് തന്നെ പാർലമെന്റിലെ നീക്കങ്ങൾക്കെല്ലാം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന് ഏറെ തിരിച്ചടി നേരിടുന്നുണ്ട്. 2022 മെയ്യിലാണ് ഇപ്പോഴുള്ള പ്രസിഡന്റ് അധികാരമേൽക്കുന്നത്. പീപ്പിൾസ് പവർ പാർട്ടിയാണ് അധികാരത്തിലുള്ളതെങ്കിലും പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് അംഗങ്ങൾ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റിന്റെ അജണ്ടകളൊന്നും കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പ്രസിഡന്റ് ഭരണത്തിലെത്തിയത് ഒന്നുകൂടെ പരിശോധിക്കുകയാണെങ്കിൽ ദക്ഷിണ കൊറിയയുടെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്ന സാഹചര്യത്തിലാണ് 2022 ഈ നിലവിലെ പ്രസിഡന്റ് അധികാരത്തിലെത്തുന്നത്. വലതുപക്ഷ പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതി നേരെയാക്കുക എന്നുള്ളൊരു പ്രഖ്യാപിത നീക്കത്തിലൂടെയാണ് ഭരണത്തിലെത്തിയത്. പക്ഷേ ആ നീക്കത്തിലേക്ക് എത്താത്തത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 2 വർഷമായി പ്രസിഡന്റ് വിരുദ്ധ നീക്കങ്ങൾ ഏറെ നടക്കുന്നുണ്ട്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. അതുപോലെ തന്നെ സോൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള ഗവർണർമാരെ ഉൾപ്പെടെ പുറത്താക്കാനും ഇംപീച്ച് ചെയ്യാനുമുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കടുത്ത രീതിയിൽ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഒരു നീക്കങ്ങൾക്കൊപ്പവും എത്താൻ പ്രസിഡന്റിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഈ അടുത്ത വർഷത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ പാർലമെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ളൊരു സൈനിക നിയമ പ്രഖ്യാപനം എന്നുള്ളത് കൂടിയുണ്ട്. നാഷണൽ അസംബ്ലിക്ക് മുമ്പിൽ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ്. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. സൈന്യം നാഷണൽ അസംബ്ലിക്ക് അകത്തേക്ക് കടക്കരുതെന്ന് സ്പീക്കർ പറയുന്നുണ്ട്. എന്നാൽ സൈന്യം നാഷണൽ അസംബ്ലിക്ക് അകത്തേക്ക് കടക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. ശരി ഷാന.